മിശിഹായിൽ പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്നേ ദിവസം വാർദ്ധക്യം വിശുദ്ധ ഗ്രന്ഥ വീക്ഷണത്തിൽ ബൈബിൾ എന്താണ് വാർദ്ധക്യത്തെ പറയുന്നത് എന്ന് ഒന്ന് പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുക. ഒന്നാമതായിട്ട് ഇത് ബഹുമാനിക്കപ്പെടേണ്ട കാലമാണ് എന്ന് തിരുവചനം പറയാണ്. ലേവ്യർ 19:32 പ്രായം ചെന്ന് നരച്ചവരുടെ മുൻപിൽ ആദരപൂർവ്വം എഴുന്നേൽക്കുകയും അവരെ ബഹുമാനിക്കുകയും വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇത് പലപ്പോഴും ഇന്നില്ലാത്തൊരവസ്ഥാവിശേഷമാണ്. പിന്നെ കേൾക്കുന്ന എല്ലാവരും, നമ്മുടെ വീട്ടിലൊക്കെ പ്രായമുള്ളവരൊക്കെ ഉണ്ട്, അവർ ബഹുമാനിക്കണം. അത് ദൈവത്തിൻ്റെ കൽപ്പന തന്നെയാണ്. പണ്ടൊക്കെ ബസ്സിലൊക്കെ പ്രായം ചെന്നവരൊക്കെ കയറി ചെന്നാൽ യങ്ങായിട്ടുള്ളവരൊന്ന് എഴുന്നേറ്റ് കൊടുത്ത് അച്ചാച്ച ഇരിക്കുക എന്നൊക്കെ പറയുമായിരുന്നു. ഇന്ന് നമുക്കറിയാം, പലപ്പോഴും കണ്ണടച്ചങ്ങ് ഇരിക്കത്തേ ഉള്ളൂ. കാരണം ഞങ്ങൾക്ക് പ്രായമായില്ലെങ്കിൽ ഞങ്ങൾക്കും അച്ചാച്ചനേക്കാൾ ക്ഷീണമാണ് എന്നുള്ള മട്ടിലൊക്കെ ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുടുംബത്തിലെ മക്കളെ പഠിപ്പിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുഞ്ഞുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, അവരെ മാനിക്കണം, ബഹുമാനിക്കണം എന്നൊക്കെയുള്ളത്. സുഭാഷിതം 16:31 പറയും, നരച്ചുമുടി മഹത്വത്തിൻ്റെ കിരീടമാണ്, സുഹൃതപൂർണമായ ജീവിതം കൊണ്ടാണ് അത് കൈവരുന്നത്. നിയമാവർത്തനം 5:16 പറയുന്നു, ദീർഘനാൾ ജീവിച്ചിരിക്കുവാൻ പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കണം. അപ്പോൾ അത് ദൈവത്തിൻ്റെ മുമ്പിൽ വലിയ അനുഗ്രഹപ്രദമായൊരു കാര്യമാണെന്നാണ് ഞാനതുവഴി മനസ്സിലാക്കുന്നത്. പ്രഭാഷകൻ 3:16 പിതാവിനെ പരിത്യജിക്കുന്നത് ദൈവദൂഷണത്തിന് തുല്യമാണ്, മാതാവിനെ പ്രകോപിപ്പിക്കുന്നവൻ കർത്താവിൻ്റെ ശാപമേൽക്കും. അപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ ചിത്രം ഒന്ന് വിലയിരുത്താനാണ്. പക്ഷേ നമ്മുടെ പ്രായമായ മാതാപിതാക്കളൊക്കെ അവഗണിക്കപ്പെടുന്നുണ്ടോ? അവർക്ക് വേണ്ടത്ര പ്രാമുഖ്യം കൊടുക്കാതെ നമ്മൾ മുൻപോട്ട് പോകുന്നുണ്ടോ? ഇപ്പോൾ അവർക്ക് ക്ഷീണമൊക്കെ ആയി, ജോലിയെടുക്കാൻ വയ്യാതായി, അപ്പോൾ അവർ അറിയാതെ, ബോധപൂർവ്വം ആരും ചെയ്യത്തില്ല, ഒരു കരുവേപ്പിലയായിട്ട് മാറുന്ന അനുഭവങ്ങളുണ്ടോ എന്ന് വിലയിരുത്തുവാനാണ് ഞാൻ സൂചിപ്പിച്ചത്. രണ്ടാമത്, ഇത് വിജ്ഞാനത്തിൻ്റെ കാലമാണ്. ബൈബിൾ പറയുന്നതാണ്. ജോബ് 12:12 പറയുന്നു, വൃദ്ധരിലാണ് വിജ്ഞാനം, വയോധികരിലാണ് വിവേകം. വിജ്ഞാനവും വിവേകവും നമുക്ക് അവരിൽ നിന്നും ലഭിക്കും എന്ന ബോധ്യം നമുക്കുണ്ടാവണം. നിയമാവർത്തനം 32:7 പറയുന്നു, പിതാക്കന്മാരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും, പ്രായം ചെന്നവരോട് ചോദിക്കുവിൻ, അവർ നിങ്ങൾക്ക് പറഞ്ഞു തരും എന്നാണ് നിയമാവർത്തനം പറയുക. അപ്പോൾ അവരോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുവാനുള്ള ഒരു താല്പര്യം ഉണ്ടാവണം നമ്മുടെ ജീവിതത്തിൽ എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ അവസരത്തിൽ ഞാനൊരു ഇടവകയിലിരുന്ന, പേര് പറയുന്നത് കുഴപ്പമില്ല, പങ്ങട ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ യുവാക്കളെ പ്രായം ചെന്നവരോട് ഇൻ്റർവ്യൂ നടത്താനായിട്ട് വിട്ടു. തിരിച്ചു വന്നപ്പോൾ അവരോടൊരു ഇവാലുവേഷൻ ചോദിച്ചപ്പോൾ പറയണം, അവർക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു. അച്ചായന്മാരെയൊക്കെ കാണാൻ, പ്രായമായിട്ട് വീട്ടിലിരിക്കുന്നവരെ കണ്ട് ഒരു ചെറിയ ഇൻ്റർവ്യൂ നടത്താൻ പറഞ്ഞു വിട്ടതാണ്. യുവാക്കൾക്ക് ഭയങ്കര സംതൃപ്തിയായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്. നല്ലൊരു കാര്യമാണ്. മൂന്നാമത്, ഇത് ഉപദേശം നൽകേണ്ട കാലമാണ്. യാക്കോബ് 5:14 നിങ്ങളിൽ ആരെങ്കിലും ഒരുപക്ഷെ രോഗികളാണെങ്കിൽ അവൻ സഭയിലെ ശ്രേഷ്ഠന്മാരെ വിളിക്കട്ടെ, അവൻ പ്രാർത്ഥിക്കും, അവൻ സുഖപ്പെടുമെന്നാണ് പറയുക. അപ്പം മുതിർന്നവർ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ ഫലമുറപ്പാണ്. നാലാമത്, ഇത് അനുഗ്രഹകാലമാണ്. റോമ 4:20 പറയുന്നുണ്ട്, ഏബ്രഹാം ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു. 100 വയസ്സാൻ അനുഗ്രഹമായി മകനെ നൽകുന്നത് നമ്മൾ കാണുന്നു. പുറപ്പാട് 20:12 മാതാപിതാക്കളെ ബഹുമാനിക്കുമ്പോൾ ദീർഘകാലം ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം നൽകുകയാണ്. സങ്കീർത്തനം 92:14 വാർദ്ധക്യത്തിലും അവർ ഫലം പുറപ്പെടുവിക്കും, അവരെന്നും ഇലചൂടി പുഷ്ടിയോടെ നിൽക്കും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്, അനുഗ്രഹം ഒത്തിരി കിട്ടും. തമ്പുരാന് വേണ്ടി അനുഗ്രഹിക്കാനുള്ള കാലമാണ് വാർദ്ധക്യം. ചുരുക്കി പറഞ്ഞാൽ, ഭാവാത്മകമായി നോക്കുമ്പോൾ വാർദ്ധക്യം എന്നത് ഒരു യാഥാർത്ഥ്യമാണ്, അനുഗ്രഹമാണ്. സ്നാപക യോഹന്നാൻ്റെ ജനനം, സക്രിയായുടെ
വാർദ്ധക്യ നിമിഷങ്ങളിലാണ് നമുക്ക് അറിയാമല്ലോ. അതുകൊണ്ട് വാർദ്ധക്യത്തെ ഭാവാത്മകമായി കാണാനും അത് ദൈവത്തിൻ്റെ കൃപയുടെ കാലമായി കാണുവാനും അങ്ങനെ എടുത്ത് ജീവിതത്തെ ധന്യമാക്കുവാനും വൃദ്ധരായിട്ടുള്ളവർക്ക് സാധിക്കട്ടെ. മറ്റുള്ളവർ അങ്ങനെ അവരെ കണ്ട് ബഹുമാനിക്കട്ടെ എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ കത്തുകളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. ഇന്നത്തെ ആദ്യത്തെ കത്ത് ആരുടേതാണ് നിമ്മി? ഇന്നത്തെ ആദ്യത്തെ കത്ത് കുട്ടിക്കാനത്ത് നിന്നും ഷീജയാണ് എഴുതുന്നത്. പ്രിയ ബഹുമാനപ്പെട്ട അച്ഛ, ഞാൻ ജനിച്ചു വളർന്ന വീട്ടിൽ മദ്യം കയറി ഞാൻ കണ്ടിട്ടില്ല. ഇവിടെ വന്നത് മുതൽ എൻ്റെ ഭർത്താവ് മിക്കവാറും കുടിക്കും. അപ്പനും ചിലപ്പോഴൊക്കെ കുടിക്കും. ആദ്യം ഉപദേശിച്ച് നോക്കി, ഒരു രക്ഷയുമില്ലായിരുന്നു. പിന്നീട് വഴക്ക് പറഞ്ഞു നോക്കി, ഒരു ഫലവും ചെയ്തില്ല. ഒന്നിനൊന്നേ മദ്യപാനം കൂടി വരികയാണ്. എനിക്ക് 2 കുട്ടികളുണ്ട്. ഈ മദ്യപാനം ഇങ്ങനെ പോയാൽ എൻ്റെ കുടുംബം നശിക്കും. ഒത്തിരി പ്രാർത്ഥിക്കുന്നുണ്ട്, ഒരു മാറ്റവും കാണുന്നില്ല. ഈ സാഹചര്യത്തിൽ ഞാൻ എന്തു ചെയ്യും? മദ്യം പാപമാണെന്ന് സഭ പറയുന്നുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഇത് ക്രൈസ്തവർ മനസ്സിലാക്കാത്തത്? ഞാൻ ആകെ ചിന്താക്കുഴപ്പത്തിലാണ്. വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ഷാലോൺ TV-യിലൂടെ തരുമോ? തീർച്ചയായിട്ടും ഷിജിയെ ഞാൻ മനസ്സിലാക്കുന്നു. മദ്യപാനം തീർച്ചയായും ഗൗരവമായ തിന്മയാണ്, പാപമാണ്, യാതൊരു സംശയമില്ല. ഒരിക്കൽ ചക്കാലക്കൽ പിതാവ് പറഞ്ഞ് ഞാൻ ഓർക്കുന്നുണ്ട്. പിതാവിൻ്റെ അടുത്ത് വന്ന് ഒരമ്മച്ചി പറഞ്ഞു, എൻ്റെ പിതാവേ, എൻ്റെ ഭർത്താവ് താമരയാണ് എന്ന് പറഞ്ഞു. പിതാവിനെ പിടികിട്ടിയില്ല. പറഞ്ഞു, റോസാപുഷ്പമാണ്, പനിനീർപ്പൂവാന്നൊക്കെ കേട്ടിട്ടുണ്ട്, താമര എന്ന് എപ്പോഴും വെള്ളത്തിലാണ് പിതാവേ എന്ന് പറയുകയുണ്ടായി. ആ പിതാവ് അതേപ്പറ്റി പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അപ്പോൾ ഞാൻ കൊണ്ടുവരുന്ന ചിന്ത, ചില വ്യക്തികൾ ആ തിന്മയ്ക്ക് അടിമത്വത്തിലാണ് എന്നുള്ള സംശയമില്ല. ഇത് തീർത്തും ഉപേക്ഷിക്കേണ്ടതാണ് എന്നുള്ള യാതൊരു സംശയമില്ല. 1 കൊരിന്തോസ് 6:9 മുതൽ 10 വരെ വാക്യങ്ങളിൽ ഇത് ചെയ്യുന്നവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് വളരെ ശക്തമായി പൗലോസ്ലീഹ പറയുന്നുണ്ട്. എന്നാലും അത് മനസ്സിലാക്കുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല പലർക്കും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രഭാഷകൻ 19:1 മദ്യപാനിയായ തൊഴിലാളി ഒരു കാലത്തും രക്ഷപ്പെടുകയില്ല, ഒരു പ്രായോഗിക നിർദ്ദേശം അത് പറയുന്നുണ്ട്. റോമ 13:13 ഇത് അന്ധകാരത്തിൻ്റെ പ്രവൃത്തിയാണ് എന്ന് വ്യക്തമാക്കുകയാണ്. അപ്പോൾ ഇത് വാസ്തവത്തിൽ ഞാൻ ഉറക്കെ പറയാം, സാത്താൻ്റെ പ്രവണത തന്നെയാണ്. ഗലാത്യ 5:21 ഇങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം അതിൽ തന്നെ അറിയാം, നമുക്ക് വിഷമാണ്. അത് എൻ്റെ കുപ്പിയിലൊക്കെ എഴുതി വച്ചിട്ടുണ്ട്. അത് വിവേകം നഷ്ടപ്പെടുത്തുന്നതാണ്. സുഭാഷിതം 20:1 മുതൽ 2 വരെ വാക്യങ്ങൾ അത് പറയുകയാണ്. എനിക്ക് ഷീജയോട് പറയാനുള്ളത്, ഷീജയ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതിലൂടെ ആ കുടുംബത്തെ രക്ഷിക്കണം. ഏതൊരു വലിയ പ്രശ്നവും അതിലൂടെ നീങ്ങും എന്നുള്ളത് എനിക്ക് സംശയമില്ലാത്ത കാര്യമാണ്. ഷീജയുടെ പ്രാർത്ഥനയിലൂടെ ആവാം ആ കുടുംബത്തെ രക്ഷിക്കേണ്ടത്. ഷീജ പറഞ്ഞു, ഷീജയുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം ഇല്ല, ഇവിടെ വന്നപ്പോൾ ഇത് കണ്ടു. അപ്പോൾ ഇത് തിന്മയാണെന്ന് ബോധ്യമുള്ള ഒരാളെ ദൈവം അങ്ങോട്ട് കൊണ്ടുവന്നതാണ്. അതുകൊണ്ട് നന്നായിട്ട് ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ധാരാളം രീതികൾ മദ്യപാനം മാറുന്നതിന് ഉണ്ട്. അതുകൊണ്ട് ഞാൻ അതും പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഷീജ എഴുതിയിരിക്കുന്നത് കുട്ടിക്കാനത്തെന്നാണ് അല്ലേ? അപ്പം അവിടെ അടുത്തൊക്കെ ഉണ്ട്. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ പുളിയന്മല ഒരു ട്രീറ്റ്മെൻറ്റ് സെൻ്ററുണ്ട്. ഡീറ്റോക്സിഫിക്കേഷനാണ്, യാതൊരു കുഴപ്പമില്ല. മദ്യപാനത്തിൻ്റെ ആസക്തിയിൽ നിന്ന് വിടുതൽ കിട്ടണമെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ ചിന്തിക്കാവുന്നതാണ്. ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതുപോലെ ധ്യാനം ഇതിനുപയുക്തമായിട്ടുണ്ട്. കൗൺസിലിംഗ് കുറച്ചൊക്കെ സഹായം ചെയ്യും. അത് ആലോചിച്ചിട്ട് പ്രാർത്ഥന ആദ്യം മെയിനായിട്ട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചു കഴിയുമ്പം ദൈവം ഒരു വഴി കാണിച്ചു തരും. അങ്ങനെ എല്ലാം ഭംഗിയാവട്ടെ എന്ന് ആശംസിക്കുന്നു. നിമ്മി എന്ത് പറയുന്നതിനെ പറ്റി? എനിക്ക് പറയാനുള്ളത്, മദ്യപാനം ഒരു തിന്മയാണ്. മദ്യപാനി ഒരു രോഗിയും കൂടിയാണ്. അപ്പം ഒരു രോഗിയെ എന്നതുപോലെ നോക്കുന്നത് നന്നായിരിക്കും. പക്ഷേ ഇവളുടെ കുടുംബത്തിൽ ഇത് വന്നിട്ടില്ല. അതുകൊണ്ട് ആണ് ഇവൾക്ക് കൂടുതൽ ഫീൽ ചെയ്യുന്നത്. അപ്പനും കുടിക്കും, അപ്പം മകനും കുടിക്കും. അപ്പനും മകനും ഒരേപോലെ. അപ്പോൾ അപ്പനെയും മകനെയും സമർപ്പിച്ചു പ്രാർത്ഥിക്കുക. പിന്നെ പ്രാർത്ഥനയ്ക്ക് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. പിന്നെ മദ്യപാനിയായ ഒരാളെ നിരന്തരം അവൾ സ്നേഹത്തോടെ ഒരു രോഗിയെ എന്നതുപോലെ ശുശ്രൂഷിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഇതിനൊരു വിരാമം ഉണ്ടാകാം. ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായി ദൈവം എത്രമാത്രം നമ്മെ സ്നേഹിക്കുന്നു അതുപോലെ തന്നെ അവരെയും സ്നേഹിക്കുക.
യോഹന്നാൻ്റെ 3:16 പറയുന്നത് പോലെ തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു എന്ന് പറഞ്ഞു. ആ ദൈവസ്നേഹത്തിൽ അധിഷ്ഠിതമായ ജീവിതം ഇവളും കാഴ്ചവെക്കണം. അപ്പം കുറേ സഹനം ഏറ്റെടുക്കേണ്ടി വരും. നമുക്ക് അവരെ സ്നേഹിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. മദ്യപാനിയോട് അടുക്കാൻ പോലും ചിലപ്പം ഭാര്യയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ക്ഷമിച്ചും സഹിച്ചും പ്രാർത്ഥിക്കുക, തിരുരക്തം ഒഴിച്ച് കഴുകി വിശദീകരിച്ച് പ്രാർത്ഥിക്കുക. അപ്പോൾ അതിന് വളരെയധികം പ്രതിഫലം ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായിട്ടും നിമ്മി പറഞ്ഞ വലിയൊരു കാര്യമാണ്. മദ്യപാനം ഒരു കുടുംബ രോഗമാണ് എന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ പറഞ്ഞിട്ടുണ്ട്. അതിലേക്കാണ് നിമ്മി വെളിച്ചം വീശിയത്. ആ രോഗിയായിട്ട് കണ്ടുകൊണ്ട് അത്ര ശുശ്രൂഷ കൊടുത്ത് സ്നേഹത്തോടെ അവനെ പ്രാർത്ഥനയിലൂടെ നേടിയെടുക്കണമെന്നാണ് നിമ്മിയുടെ അഭിപ്രായം. ടോംസൺ എന്ന് പറയുന്നു. തീർച്ചയായിട്ടും മദ്യം സകല തിന്മകളുടെയും മാതാവ് എന്ന മഹാത്മജി പറഞ്ഞിരിക്കുന്നത്. എല്ലാ സർവനാശത്തിലേക്ക് ഒരു മനുഷ്യനെ നയിക്കണമെങ്കിൽ അവനെ മദ്യപാനിയാക്കിയാൽ മതി. ഇത് ഈ മദ്യത്തിൻ്റെ ആസക്തി ഉള്ളിൽ കിടക്കുന്ന മനുഷ്യന് അത് മനസ്സിലാകത്തുമില്ല. അവന് വീണ്ടും വീണ്ടും ഈ ആസക്തി കുടിക്കണമെന്നുള്ള ദാഹം അവനിൽ ഉണ്ടാവും. അത് അഭിമാനത്തോടു കൂടി കുടിക്കുന്ന ആളുകളുടെ എണ്ണവും കൂടി വരിക. കുടിക്കുന്നത് അഭിമാനമാണെന്നുള്ള നിലയിൽ ഞാൻ 2 എണ്ണം വിട്ടിടാന്നുള്ള നിലയിൽ പറഞ്ഞു നടക്കുന്ന ആളുകളെ ഇന്ന് കാണാം. ഇന്ന് കേരളം ഒരു പ്രാന്താലയമായി മാറുന്നത് മദ്യത്തിലൂടെയാണ്. ഇതിൻ്റെ ആ ഒരു വിപത്ത് തീർച്ചയായിട്ടും മനസ്സിലാക്കിക്കൊണ്ടായിരിക്കും സഹോദരി അത്രയും ശക്തമായിട്ട് അതിനെ കാണുന്നതും. നമ്മൾ കുടുംബം നശിക്കുമെന്നുള്ളതിന് തർക്കമൊന്നും വേണ്ട. ഇത് അപ്പന് ഉണ്ടായിരുന്നു, അപ്പനിൽ നിന്ന് മകനിലേക്ക് വന്ന ഹെറിഡിറ്ററിയാണ്. അപ്പം മദ്യപാനം രോഗമാണ്, അത് തലമുറകളിലേക്ക് പകരുന്നതാണ്. ഒരു തലമുറകളിലേക്ക് പകരുന്നതായതുകൊണ്ട് കുടിക്കുന്ന അപ്പനോ അമ്മാവനോ ഉണ്ടെങ്കിൽ ആ മകനോ അനന്തരവനോ കൂടി തുടങ്ങിയാൽ ഇമ്മീഡിയറ്റായിട്ട് അവർ അഡിക്ഷനിലേക്ക് പോകുമെന്നാണ് പറയുന്നത്. വിത്തിൻ 5 ഇയർ എന്നാണ് അതിനെപ്പറ്റി പറയുക. 5 കൊല്ലം കൊണ്ട് അവൻ അടിമയായി മാറും. അതുകൊണ്ട് ഇത് എന്നെ കേൾക്കുന്ന ശാലോം ടി വിയിലെ പ്രേക്ഷകർ ഒക്കെ അത് മനസ്സിലാക്കണം. മദ്യം നമ്മുടെ കുടുംബത്തെ തകർക്കും. മദ്യം കൊണ്ട് ഒരു നേട്ടവും ഇല്ല. മദ്യത്തിൽ നിന്ന് മോചനം നേടണം. അത് വളരെ ഗൗരവമായിട്ട് എടുക്കേണ്ടതാണ്. ക്രൈസ്തവരുടെ ഇടയിൽ എന്തുകൊണ്ട് ക്രൈസ്തവർ അത് മനസ്സിലാക്കുന്നില്ല എന്ന് പുള്ളിക്കാരത്ത് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് പിന്തിരിയണം. നമ്മുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ മദ്യത്തിൽ നിന്ന് പിന്തിരിഞ്ഞേ പറ്റൂ. നമുക്ക് ധാരാളം, അച്ഛൻ പറഞ്ഞ പോലെ ധാരാളം സെൻറ്ററുകളുണ്ടെന്ന്. കുട്ടിക്കാനത്തും തൊട്ടടുത്ത കാഞ്ഞിരപ്പള്ളി രൂപതയുടെ ഡയറൊക്കെ ഉള്ളത്. അവിടെയൊക്കെ ധ്യാനത്തിനോ ചികിത്സയ്ക്കോ കൗൺസിലിങ്ങിനോ ഒക്കെ പോയി കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിൻ്റെ ഭവിഷ്യത്ത് ബോധ്യപ്പെടുത്തിക്കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ തീർക്കാൻ പറ്റുന്നേ ഉള്ളായിരിക്കും ചിലപ്പം. അപ്പം അതുകൊണ്ട് മദ്യത്തിൽ നിന്ന് പിന്തിരിയുക എന്നുള്ളത് നിർബന്ധമാണ്. തിരുവചനം നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് മദ്യപാനെ സ്വർഗരാജ്യത്തിൽ അവകാശമാക്കുകയില്ല എന്ന് തന്നെ. അതുകൊണ്ട് അത് സ്വന്തം ജീവൻ നഷ്ടമാകുന്നു, അല്ലെങ്കിൽ നിത്യജീവൻ നഷ്ടമാകുന്നു എന്നുള്ളതൊന്ന്, സ്വന്തം ശരീരം നശിപ്പിക്കുന്നു എന്നുള്ളത് മറ്റൊന്ന്. ശരീരം നശിപ്പിക്കാൻ നമുക്ക് അവകാശമില്ല, ദൈവം തന്നെ. അപ്പോൾ അതുകൊണ്ട് മദ്യപാനെ സ്വന്തം ശരീരത്തെ കൂടെ നശിപ്പിക്കുക. ഇവൻ ഇത് കഴിഞ്ഞിട്ട് നിത്യരോഗിയായിട്ട് മാറുക, അടുത്ത തലമുറയ്ക്ക് ശാപം കെട്ടിവെക്കുക. അതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ടും അത് ഉപേക്ഷിക്കേണ്ടതാണ്. ആ തിന്മ ഉപേക്ഷിക്കാനായിട്ട് പ്രാർത്ഥിക്കുക. അതുപോലൊപ്പം തന്നെ ഇങ്ങനെയുള്ള വഴികൾ തേടണമെന്നാണ് ടോമച്ചൻ പറയുക. ഞങ്ങൾ തീർച്ചയായിട്ടും ഷീജയുടെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. ഇതിൻ്റെ വെളിച്ചത്തിൽ നമുക്ക് അടുത്ത കത്തിലേക്ക് കിടക്കാം അല്ലേ? അടുത്ത കത്ത് ഉപ്പുതറയിൽ നിന്നും ഷാരോൺ എന്ന കുടുംബനാഥൻ എഴുതുന്നതാണ്. അച്ഛാ, ശാലോം ടി വിയിലൂടെ തരുന്ന കുടുംബജീവിത മാർഗ്ഗനിർദ്ദേശങ്ങൾ വളരെയേറെ പ്രയോജനപ്പെടുന്നുണ്ട്. ആദ്യമേ തന്നെ അതിന് നന്ദി പറയുന്നു. എനിക്ക് 3 മക്കളുണ്ട്. ഇതിൽ മൂത്തവന് 16 വയസ്സ്. അവൻ ഈയിടെയായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. ചിലപ്പോൾ ഹാൻസ്, പാൻപരാഗ് മുതലായവയുടെ കടലാസ് മുറിയിൽ കിടന്നു കിട്ടിയിട്ടുണ്ട്. ശരിക്കും പുകവലിക്കും. ഉപദേശിച്ചു നോക്കി, ഒരു മാറ്റവും കാണുന്നില്ല. കൂട്ടുകാരിൽ നിന്നും പഠിച്ചതാകാനാണ് സാധ്യത. ഇത് തെറ്റാണെന്നും ഇതിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും ശാലോം ടി വിയിലൂടെ വിശദീകരിക്കാമോ? ഒട്ടേറെ യുവജനങ്ങൾക്ക് അത് പ്രയോജനപ്രദമാകുമല്ലോ. ഞാനിനി എന്ത് ചെയ്യണം എന്നുകൂടി പറയണമേ. ഷാരോണിൻ്റെ കൺഫ്യൂഷൻ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പറഞ്ഞു കേട്ട ലക്ഷണങ്ങൾ വെച്ച് നോക്കുമ്പോൾ എനിക്കും തോന്നുന്നത് എന്തോ ഒക്കെ മയക്കുമരുന്ന് അവൻ ആസ്വദിക്കുന്നുണ്ടെന്നാണ്. കാരണം അതിൻ്റെ കവറുകളല്ലെങ്കിൽ അവിടെ മുറി കിടന്ന് കിട്ടാൻ സാധ്യത കുറവാണ്. ഞാനും അത് തന്നെ അങ്ങ് കരുതുകയാണ്.
മയക്കുമരുന്ന് പലതരത്തിലുണ്ട്. ഞാനത് പൊതുവായിട്ട് എല്ലാവരുടെയും ഒരു അറിവിന് വേണ്ടി പറയുകയാണ്. പലതരത്തിലുണ്ട്. നമുക്കറിയാം, കഞ്ചാവ്, LSD, ബ്രൗൺ ഷുഗർ, ഹാഷിഷ്, ഹെറോയിൻ എന്നൊക്കെ പറയുന്നത് ഇത് കൂടിയ ഇനമാണ്. അത് വളരെ കൂടിയതായിട്ടുള്ളതാണ്, വില വളരെ കൂടുതലാണ്. ചെറുതായിട്ട് പാൻ പരാഗ്, പാസ്, സുപ്പാരി, തമ്പാക്ക്, പാൻ മസാല, ഹാൻസ്, തുളസി, ഇത് വേറൊരു ഇനമാണ്. അത് കുറച്ചുകൂടെ ചീപ്പറായിട്ടുള്ളതാണ്. ഇത് ആദ്യം കഴിച്ചാണ് അതിലേക്ക് വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാ മയക്കുമരുന്നുകളും വില കൂടിയതാണെങ്കിലും വില കുറഞ്ഞതാണെങ്കിലും വലിയ ദൂഷ്യം നമുക്ക് വരുത്തുന്നതാണ്. അത് തിന്മയാണ് എന്ന് സഭ വളരെ വ്യക്തമായിട്ടാണ് പറയുക. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം 2291 ഇങ്ങനെ പറയുന്നുണ്ട്: മയക്കുമരുന്നുകളുടെ ഉപയോഗം ഗൗരവമായ തെറ്റാണ് എന്ന് സഭ പഠിപ്പിക്കുകയാണ്. ഒരു സംശയം വേണ്ട. ബൈബിളും ഇത് തന്നെ എടുത്തു പറയുന്നുണ്ട്. ബൈബിളിൽ ജോബിൻ്റെ പുസ്തകം 20-ാം അധ്യായം 12 മുതൽ 14 വരെ വാക്യങ്ങൾ ഇവിടെ പറയണം, നാവിനടിയിൽ വയ്ക്കുന്ന ആ വിഷം അത് മാരകമാണ്, അത് നിന്നെ നശിപ്പിക്കും എന്ന് തന്നെയാണ് പറയുന്നത്. ഈ ഒരു തിന്മ നമ്മുടെ ജീവിതത്തെ വളരെയേറെ നശിപ്പിക്കുന്നതാണ്. അങ്ങനെ പറയാമെന്ന് എനിക്കറിയാൻ പാടില്ല. ഏതായാലും മദ്യപാനത്തേക്കാൾ കട്ടിയാണിത്. മദ്യപാനം മാറ്റാനായിട്ട് കുറച്ച് എളുപ്പമാണ്, മാറ്റാൻ വലിയ പാടാണ്. അതുകൊണ്ടൊരു പരീക്ഷണത്തിന് പോലും ഇത് ഉപയോഗിക്കരുത്. ഒന്ന് ടേസ്റ്റ് നോക്കിയാൽ ഇതെന്നാ സാധനമെന്ന് അറിയാമല്ലോ എന്ന് വിചാരിച്ച് പോലും ഉപയോഗിക്കരുത്. കാരണം ഒറ്റ ഉപയോഗം കൊണ്ട് അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചിലർക്ക് ടോമിൻസൺ സൂചിപ്പിച്ചതുപോലെ ചിലരുടെ ബ്ലഡിൻ്റെ ഒരു പ്രത്യേകതയാണ് അത്. ചിലപ്പോൾ ഒറ്റയടിക്ക് അവൻ അഡിക്ഷൻ ആകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. ഷാരോൺ എനിക്ക് പറയാനുള്ളത്, മകനെ ഒരു കൗൺസിലിങ്ങിന് അയക്കുന്നത് നല്ലതാണ്. അവിടെ ഇത് കണ്ടുപിടിച്ച് വേണ്ട നിർദ്ദേശങ്ങൾ നൽകും. ഇപ്പം പപ്പായ്ക്ക് മകനോട് ചോദിക്കാനൊരു ഡെലിക്കസി കാണും. മകനാണെങ്കിലും പപ്പായുടെ എങ്ങനെയാണ് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് അതൊന്ന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക. അതിനുവേണ്ടി ഒന്ന് പ്രേരിപ്പിക്കാതാണ് നല്ലത്. അതുപോലെ തന്നെ പുകവലി അത്ര എളുപ്പമൊന്നുമല്ല, എങ്കിലും മാറ്റാം. ചെറിയ ഒരു ചികിത്സയൊക്കെ വേണ്ടി വരുമായിരിക്കാം. അതുപോലെ നന്നായിട്ട് പ്രാർത്ഥിക്കുക. ഞങ്ങൾ പ്രാർത്ഥിക്കാം. ഇതേപ്പറ്റി ടോമിൻസൺ എന്താ പറയുന്നത്? എനിക്ക് തീർച്ചയായിട്ടും ഈ കത്ത് വായിച്ചപ്പം ആ അപ്പൻ്റെ നിസ്സഹായാവസ്ഥ ഓർക്കുമ്പോഴാണ്. തീർച്ചയായിട്ടും 16 വയസ്സുള്ള മകനെ, അതിൻ്റെ താഴെ 2 പിള്ളേരുണ്ട്. ഇവൻ ഇപ്പോഴേ വീടിനകത്ത് ഇതിൻ്റെ കടലാസുകൾ കിടക്കുന്നു എന്ന് പറയുമ്പം അവൻ്റെ സാധാരണ സ്റ്റേജിൽ നിന്ന് അവൻ കുറേ കൂടെ മാറിപ്പോയി എന്ന് വേണം കാണാൻ. അതെ, എനിക്ക് ആദ്യമേ ചോദിക്കാനുള്ളത്, ഈ അപ്പൻ ഇതുപോലുള്ള വല്ല ദുശീലങ്ങൾ ഉണ്ടോ? ഏതെങ്കിലും ദുശീലങ്ങൾ ഉണ്ടെങ്കിൽ അത് മദ്യപാനമോ മറ്റേതെങ്കിലും തരത്തിലുള്ള ദുശീലം ഉണ്ടെങ്കിൽ ആദ്യം 100% തമ്പുരാൻ്റെ മുമ്പിൽ നിലവിളിച്ച് പറഞ്ഞ് ഒഴിവാക്കണം. 2, 16 വയസ്സുള്ള മോൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും, അതിനപ്പുറത്തോട്ടായി കാണത്തില്ല, +1 ആകാം. അപ്പം വളരെ ശാന്തമായിട്ട് അവനെ കൈകാര്യം ചെയ്യാൻ പറ്റണം. അത് ശ്രദ്ധിക്കണം. അവനെ വളരെ നിരീക്ഷിക്കണം. തോന്നുകയല്ല, എനിക്കങ്ങനെ തോന്നുന്നു, മയക്കുമരുന്ന് കഴിക്കുന്നുണ്ടോ എന്ന് തോന്നുന്നു എന്ന് പറയുന്നതിന് പകരം അവൻ്റെ കോളേജ്, അവൻ്റെ സ്കൂളിലോ ഹയർ സെക്കൻഡറിയിലോ എവിടെ ആണെങ്കിലും അതിൻ്റെ കൂട്ടുകാരാരാ, അതിൻ്റെ സാഹചര്യങ്ങൾ തന്നെ, ഇതെല്ലാം ഒന്ന് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് അവനെ ഒന്ന് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്, ഞാൻ പറയുന്നത് ഇതിനേക്കാളും മുമ്പ് തന്നെ നിയമാവർത്തന പുസ്തകം 6:6 പറയുന്നത്, മക്കൾ നടക്കേണ്ടുന്ന വഴി പഠിപ്പിക്കണം മാതാപിതാക്കന്മാർ. ഞാനിന്ന് നിങ്ങൾക്ക് തരുന്ന കൽപ്പനകൾ അത് പാലിച്ചു പോയാൽ നിങ്ങൾക്ക് ഐശ്വര്യം ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് കുറേ കാര്യങ്ങൾ നിയമാവർത്തനം 6:6 വായിച്ചിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിലെ നടക്കേണ്ടുന്ന വഴി പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട്. അവനെ വഴി തെറ്റിപ്പോയി എന്നാണ് ഇപ്പം നമ്മൾ മനസ്സിലാക്കുന്നത്. അവന് വഴി തെറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് അപ്പനെന്നുള്ള നിലയ്ക്ക് ആ അപ്പന് ഷാരോണിന് കുറേ ബാധ്യതയും ഉത്തരവാദിത്വവും വേണ്ടത് നിർവഹിക്കാതെ പോയതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനിയാണെങ്കിലും മോനെ ശ്രദ്ധിച്ച് അവൻ്റെ എല്ലാ കാര്യങ്ങളിലും കുറേ കൂടെ പങ്കാളിയായി കഴിഞ്ഞാൽ കുറേ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ രാവിലെ
ഈ പള്ളിയിൽ പോകുന്ന രീതി ഉണ്ടെങ്കിൽ ഷാരോണിനെ കൂടെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോകുക. അവൻ വലിയ ഹയർ സ്റ്റഡീസിനൊന്നും അല്ലല്ലോ, അവനെ കൂടെ കൂട്ടിക്കൊണ്ട് പള്ളിയിൽ പോവുക. അവനോട് പറയുക, മോനെ ഈ തിന്മയിൽ നിന്നൊക്കെ മോന് മോചനം നേടണം, അല്ലെങ്കിൽ രക്ഷപ്പെടത്തില്ല. അതുകൊണ്ട് മോൻ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് അവനെ പ്രാർത്ഥിക്കുക. ഒപ്പം ഈ അപ്പനും പ്രാർത്ഥിക്കുക. സന്ധ്യപ്രാർത്ഥനയ്ക്ക് അവൻ വീട്ടിലുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഈ രാത്രിയുടെ യാമങ്ങളിൽ അതുപോലുള്ള തിന്മയിലേക്കൊക്കെ കൂടുതൽ പോവുക. അവൻ അന്ത്യപ്രാർത്ഥനയ്ക്ക് വീട്ടുകാരോടൊപ്പം ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുകയും അതിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുക. ഞാൻ പറഞ്ഞത് ഇപ്പോഴേ ഇച്ചിരി കർശന നിയന്ത്രണം അവൻ്റെ മേൽ അപ്പൻ കൊടുക്കുന്നതിൽ തെറ്റില്ല. ഞാൻ പറഞ്ഞു, എൻ്റെയൊക്കെ ചെറുപ്പത്തിലെ ചെറിയ റേറ്റിൽ കാണുമല്ലോ കെട്ടിയിട്ട് നീർങ്കോട് കുടഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് അപ്പൻ. ഇന്ന് എല്ലാവർക്കും പേടിയാണ് പിള്ളേരെ ശാസിക്കാനും ശിക്ഷിക്കാനും. 3 ദിവസം വെള്ളം പോലും തരാതെ പട്ടിണി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇന്ന് ഞാനിങ്ങനെ ആയിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസം. പ്രാർത്ഥിച്ചപ്പോൾ ഉറങ്ങുന്നതെന്ന് പറഞ്ഞിട്ട് കുരുമുളക് പൊടിച്ചു കൊണ്ടുവന്നിട്ട് കണ്ണി തേച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞ അത്രയും കഠിനമാണില്ലേന്ന് ചോദിച്ചാൽ കഠിനമാണ്. പക്ഷേ മാതാപിതാക്കൾക്ക് മക്കൾ നശിച്ചു പോകുന്നതിനേക്കാളും ഇത്ര കഠിന ശിക്ഷകൾ കൊടുക്കുന്നതാണ് നല്ലതെന്നുള്ളതാണ്. കാരണം ഞാൻ വളരെ അഭിമാനത്തോടെ ഓർക്കുക എൻ്റെ മാതാപിതാക്കളെ. അത്രയും നിഷ്ഠയോടുകൂടി വളരണമെന്നൊരു നിർബന്ധം അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരു പക്ഷേ ഞാനിന്ന് ഈ അവസ്ഥയിലായത്. അപ്പോൾ അതുകൊണ്ട് ഷാരോൺ തൻ്റെ മകൻ്റെ കാര്യത്തിൽ കുറേ കൂടെ ഷാരോൺ മാത്രമല്ല, എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെല്ലാം കുഞ്ഞുങ്ങളുടെ വളർച്ചയിൽ വളരെ ശ്രദ്ധ ആവശ്യമാണ്. അല്ലെങ്കിൽ തെറ്റിപ്പോകാനുള്ള സാധ്യതകൾ ഏറെയുണ്ട്. അത് വളരെ കണ്ണിലെണ്ണയൊഴിച്ച് പഴയതിനേക്കാളും ഗൗരവമായിട്ട് ഇന്നത്തെ കാലം ശ്രദ്ധിക്കണം. അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് എനിക്ക് പറയാനുള്ളത്, അവൻ രാത്രി കിടന്നുറങ്ങുമ്പം അവൻ്റെ തലയെ കൈവച്ച് കർത്താവിൻ്റെ മുമ്പിൽ നിലവിളിച്ച് പ്രാർത്ഥിക്കുക. അവൻ്റെ നെറുകം മുതൽ പാദം വരെ ഈശോയുടെ തിരുരക്തമൊഴുക്കി കഴുകി അവനെ വെടിപ്പാക്കി ഇതിൽ നിന്ന് വിശുദ്ധീകരിക്കുക. ഇതിൻ്റെ ആസക്തിയിൽ നിന്ന് അവന് മോചനം കൊടുക്കാൻ അപ്പനും അമ്മയും കണ്ണുനീരോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ബലിയർപ്പണത്തിലും പ്രാർത്ഥനകളിലുമൊക്കെ അവനെ സമർപ്പിക്കുക. തീർച്ചയായിട്ടും അവനെ നേടിയെടുക്കാം. താഴെ 2 കുഞ്ഞുങ്ങളുണ്ട്, അവർക്കൂടെ ദുർമാതൃകയാകാത്ത വണ്ണം അതിനെ നേടിയെടുക്കാനായിട്ട് ശ്രമിക്കണം. തീർച്ചയായിട്ടും പ്രാർത്ഥനയ്ക്ക് അസാധ്യമായിട്ടൊന്നും ഇല്ല എന്നത് ഉറപ്പാണ്. അതുകൊണ്ട് ഉപവാസം എടുത്ത് അവന് വേണ്ടി പ്രാർത്ഥിക്കുക, അവനെ നേടുക, അവനെ ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുക. സാവകാശം അവനെ വിയാരിച്ചനുമായിട്ട് ബന്ധപ്പെടുത്തുക. വിയാരിച്ചനുമായിട്ട് ചെറുപ്പക്കാരച്ഛന്മാരോടാണെന്നുണ്ടെങ്കിൽ അവനെ കൂടെ കൊണ്ട് നടന്ന് അപ്പൻ പറയുന്നതോടൊപ്പം തന്നെ അതിനേക്കാൾ കൂടുതൽ അച്ഛനവന് നല്ല അഡ്വൈസ് കൊടുക്കാൻ പറ്റുമായിരിക്കും. ഇടവകയിലെ യുവദീപ്തിയോ അതുപോലുള്ള പ്രസ്ഥാനങ്ങളൊക്കെ ആയിട്ട് അവനെ കൂട്ടി നിർത്തി അവനെ ഈ കൂട്ടുകെട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ട്. ചുരുക്കത്തിൽ ടോംഷൻ പറയുന്നത്, അവന് വേണ്ട ഒരു കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങൾ അപ്പൻ്റെ ഭാഗത്തു നിന്നുണ്ടാവണം, നിരീക്ഷിക്കണം. അതോടൊപ്പം തന്നെ അവനെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുപ്പിക്കുക, സഭയോട് ചേർത്ത് നിർത്തുക എന്നാണ്. നിമ്മി എന്ത് പറയുന്നതിനെ പറ്റി പറയുന്നത്? പുകവലി, മയക്കുമരുന്ന് ഇവയെല്ലാം ശരീരത്തെ നശിപ്പിക്കലാണ്. യഥാർത്ഥത്തിൽ കൊല്ലരുത് എന്ന 5-ാം പ്രമാണത്തിന് എതിര് തന്നെയാണ്. ശരീരത്തെ ഓരോ ഭാഗം ഇങ്ങനെ നശിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം ഷാരോണിനും വളരെ ഉത്തരവാദിത്തമുണ്ട്. മകൻ്റെ 3 ആമക്കളാണ്. ആമക്കളെ പിന്തുടർന്ന് അവരുടെ കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പിതാക്കന്മാർ തന്നെയാണ്. മാതാവിന് കടമയില്ലെന്നല്ല, മാതാവിനും ഉണ്ട്. എന്നാലും പിതാക്കന്മാർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതാണ് ഈ കാര്യത്തിൽ. പിന്നെ ശൈശവത്തിൽ തന്നെ സുഭാഷിതങ്ങൾ 22:8 പറയുന്നു, ശൈശവത്തിൽ തന്നെ നടക്കേണ്ട വഴി പരിശീലിപ്പിക്കുക, അവൻ വാർദ്ധക്യത്തിലും അത് തുടർന്ന് നടത്തിക്കൊള്ളുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ നിയമാവർത്തനം 6:6 ഹൃദയത്തിൽ വചനം രൂഢമൂലമാക്കണം. അത് ഉറങ്ങുമ്പോഴും നീ ഉണരുമ്പോഴും യാത്രയിലായിരിക്കുമ്പോഴും വീട്ടിലായിരിക്കുമ്പോഴും എല്ലാം അതേപ്പറ്റി ധ്യാനിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ കുഞ്ഞിലെ അത് പരിശീലിപ്പിക്കുകയാണെങ്കിൽ ബൈബിൾ വായിക്കുവാനും ഒക്കെ ഇവന് പ്രേരണ നൽകുക. കുടുംബ പ്രാർത്ഥനകളിൽ അപ്പനും അമ്മയും മക്കളും എല്ലാം കൂടി ആൺപിള്ളേരല്ലേ, 3 പേരെയും ഒന്നിച്ചിരുത്തി പ്രാർത്ഥിപ്പിക്കുക. പിന്നെ അവന് വേണ്ടി പറഞ്ഞതുപോലെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുക. മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നത് വളരെ അനുഭവവേദ്യമാണ്. ശരിക്കും അവർക്ക് വേണ്ടി തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കണം ഇവിടെ പോകുമ്പോൾ. ഇവനെ 16 വയസ്സേ ഉള്ളൂ, യഥാർത്ഥത്തിൽ +1 ആയിട്ടുള്ളൂ. പിന്നെ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരോടുമായിട്ട് ബന്ധപ്പെടുകയോ ഇവിടുത്തെ പ്രിൻസിപ്പളുമായിട്ട് ബന്ധപ്പെടുക. പിന്നെ സൺഡേ സ്കൂൾ ഇപ്പം +1 11-ാം ക്ലാസ്സിലൊക്കെ ആയിരിക്കും. അവിടുത്തെ സൺഡേ സ്കൂളുമായിട്ടും ബന്ധപ്പെട്ട് ഇവനെ ശ്രദ്ധിക്കാൻ പറയുന്നത് ഉത്തമമായിരിക്കും. അപ്പോൾ അവൻ ക്ലാസ്സിലുമൊക്കെ ഒരു പക്ഷേ ഇത് ഉപയോഗിക്കുന്നുണ്ടായിരിക്കും, പോകുമ്പോഴും കൂട്ടുകാരൊക്കെ ആയിട്ടോ. വീട്ടിൽ ഇത്രയും സ്വാതന്ത്ര്യത്തോടെ അതിൻ്റെ കടലാസ് കണ്ടെങ്കിൽ അവൻ്റെ വഴികളിൽ ഒത്തിരി
ഉണ്ട്. അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അതിനുവേണ്ടി പ്രത്യേകം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. അതാണ് നമ്മളും പ്രത്യേകം പ്രാർത്ഥിക്കാം. അഭിപ്രായത്തിൽ പ്രത്യേകിച്ചും ടോംഷൻ പറഞ്ഞതുപോലെ തലയിൽ കൈവച്ച് മാതാപിതാക്കൾ രഹസ്യമായിട്ട് പ്രാർത്ഥിക്കുക, അവനെ വിമോചിപ്പിക്കാനായിട്ട് പരിശ്രമിക്കണം. അവനെ തിന്മയിൽ നിന്ന് അകറ്റുവാനായിട്ട് അങ്ങേയറ്റം ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയോടെ ചെയ്യുക. ഷാരോണിനോട് എനിക്ക് പറയാനുള്ളത്, അസ്വസ്ഥപ്പെടേണ്ട, ഈശോയിൽ പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് അവനെ വിമോചിപ്പിക്കാനുള്ള നമ്മുടെ ദൗത്യം അത് നിറവേറ്റണം. പ്രാർത്ഥനയിലൂടെയും കൗൺസിലിങ്ങിലൂടെയും ഒക്കെ അവനെ പരീക്ഷിച്ചെടുക്കുവാനായിട്ട് പരിശ്രമിക്കണം എന്ന് വളരെ സ്നേഹപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ 2 വ്യക്തികളെ ഈശോയ്ക്ക് സമർപ്പിക്കാം. നല്ലവന് സ്നേഹധീയമായ പൊന്നുതമ്പുരാനെ, ഇന്ന് ഞങ്ങൾ അങ്ങയുടെ മുമ്പാകെ ഈ 2 പേരെയും, ഷീജയെയും ഷാരൂണിനെയും ഞങ്ങൾ സമർപ്പിക്കുകയാണ്. അവിടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങ് മനസ്സിലാക്കുന്നു. അങ്ങ് തന്നെ ഇടപെടണമേ. അവരുടെ കുടുംബജീവിതത്തിലേക്ക് കടന്നു ചെന്ന് പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ സന്തോഷത്തിലേക്ക് നയിക്കണമേ, കൃപയിലേക്ക് നയിക്കണമേ. ഞങ്ങൾ കേൾക്കുന്ന ശ്രവിക്കുന്ന എല്ലാ കുടുംബങ്ങളെയും അങ്ങയുടെ മുമ്പാകെ ഞങ്ങൾ സമർപ്പിക്കുന്നു. ആ കുടുംബത്തിലൊക്കെയും അങ്ങയുടെ വലിയ കൃപ ധാരാളമായിട്ട് അനുഭവപ്പെടുവാനിടയാവണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഈ പ്രോഗ്രാമിലേക്ക് കത്തുകളും അഭിപ്രായങ്ങളും അയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ഫാമിലി കൗൺസിലിംഗ്, ഷാലോം ടെലിവിഷൻ, പെരുവണ്ണാമുഴി PO, കോഴിക്കോട് 673-528. ഇമെയിൽ info@shalomtelevision.com.